നമസ്കാരം. എന്തൊക്കെയായിരുന്നു സുരേഷ് ഗോപിയുടെ ചടുലമായ വാഗ്ദാനങ്ങൾ? ശരിക്കും അദ്ദേഹം വോട്ടർമാരെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? വാക്ക് പാലിക്കാൻ അറിയില്ലെങ്കിൽ അതങ്ങ് വിളിച്ചുകൂകി സ്വയം കോമാളിയാകേണ്ട അവസ്ഥ അതിദയനീയം തന്നെ. സഹമന്ത്രി സുരേഷ് ഗോപി മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം വേണ്ടുവോളം വാരിക്കോരി കൊടുത്തപ്പോൾ കേരളം എന്നൊരു വാക്ക് പോലും ഇല്ലാതെയാണ് ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവസാനിപ്പിച്ചത്. ഇനി ഇതിനൊക്കെ താൻ അടുത്ത കുറെ ന്യായീകരണവുമായിട്ട് വരുമല്ലോ. അതാണ് സഹിക്കാൻ പറ്റാത്തത്. കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്നതിനാൽ നിതീഷ് കുമാറിന്റെ ബീഹാറിസം, ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രാപ്രദേശിനും സഹസ്ര കോടികളും എണ്ണമറ്റ പദ്ധതികളും ബജറ്റിൽ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു ദേശീയ ബജറ്റാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അവർ കേരളത്തോട് കാണിച്ചത് കടുത്ത വിവേചനമാണ്. 24,000 കോടി രൂപയുടെയെങ്കിലും അധിക പാക്കേജ് നൽകണമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പലതരത്തിലുള്ള ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായി വലിയ പ്രയാസം നേരിടുമ്പോഴും അത് കേന്ദ്രം വരുത്തിവെച്ചതാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് അവർ കേരളത്തെ പരിഗണിക്കാതെ വിടുന്നത്. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കേരളം വിവിധ പാക്കേജുകൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത എൻ.ഡി.എ സർക്കാരിന്റെ ആദ്യ ബജറ്റ് സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങി ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പാക്കേജുകൾക്ക് പുറമെ ബീഹാറിന് പുതിയ വിമാനത്താവളവും മെഡിക്കൽ കോളേജുകളും അനുവദിച്ചു. ബീഹാറിൽ ദേശീയപാത വികസനത്തിന് 26,000 കോടി രൂപയാണ് വകയിരുത്തിയത്. ആന്ധ്രാപ്രദേശിന് 15,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് അനുവദിച്ചത്. കേരളത്തിൽ നിന്നും ഒരു എം പി എങ്കിലും ഉണ്ടായാൽ വൻ വികസനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. നേരത്തെ ബി.ജെ.പി പറഞ്ഞിരുന്നത് വികസന വാഗ്ദാനങ്ങളുടെ പെരുമഴ നൽകിയാണ് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ജയിച്ചു കയറിയതെന്നും. എന്നാൽ സുരേഷ് ഗോപി സഹമന്ത്രിയായ ടൂറിസത്തിൽ കേരളത്തിൽ പുതിയ പദ്ധതികളൊന്നും അനുവദിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എയിംസ് ഉൾപ്പെടെ കേരളത്തിന് അനുവദിക്കുമെന്ന സുരേഷ് ഗോപിയുടെ വാഗ്ദാനവും വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റ്.